സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല. നിയമസഭയിൽ ധവളപത്രം പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ അതീവ ശക്തമായ ഒരു വാക്പോരിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ധവളപത്രം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം സഭയ്ക്കുള്ളിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയായിരുന്നു. ധനകാര്യ വകുപ്പല്ല ഈ ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ച പ്രധാന ആരോപണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ രേഖ മാത്രമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ മുൻകാലങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ധവളപത്രങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ മറുവാദം തികച്ചും വിചിത്രമാണെന്നും പിണറായി വിജയൻ സഭയിൽ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഈ കടുത്ത ആരോപണങ്ങൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ നൽകിയത്. സഭയെ ഒന്നടങ്കം പിടിച്ചിരുത്തിയ ഇരുവരും തമ്മിലുള്ള ആ വാശിയേറിയ വാദപ്രതിവാദങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നേരിട്ട് കണ്ടു നോക്കാം. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ആ ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും. ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ഇപ്പോഴ പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയുന്നത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്. മുൻവിധിയോടുകൂടി അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ, ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം, അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെയുള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ,
ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ കാര്യം, അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ, ഞങ്ങളിപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല, അത് ശരിയായ ക്രമമല്ല.